നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദയയുടെ ഭയത്തിൽ നിന്ന് ചിലപ്പോ നിനക്ക് പലതും കൂട്ടി വായിക്കാൻ പറ്റിയത് ശബരി. എൻ്റെ അഭിപ്രായത്തിൽ അവളുടെ ഭയം മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയൂ ശബരി. നീ അടുത്തുണ്ടെങ്കിൽ അവൾക്ക് കുറച്ചുകൂടെ ധൈര്യം ലഭിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവളുടെ മനസ്സ് തന്നെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് ശബരി. എന്റെ മോൻ ഇത്രയൊക്കെ മാറിയിട്ടും നിങ്ങൾക്ക് അവനെ വിശ്വസിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആ കേസ് പിൻവലിക്കാനുള്ള കരുണ കാണിച്ചാലേ വിനയന് നല്ലൊരു ജോലി പോലും ലഭിക്കും. അതും പ്രതീക്ഷിച്ചു നിൽക്കുന്ന എന്റെ മോൻ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഒരിക്കലും കരുതേണ്ട കാര്യമില്ല. എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. ഒരിക്കലും ഇവിടെ വന്ന ആസിഫിന്റെയും ജീവൻ രാജിന്റെയും കയ്യിൽ നിന്ന് വിനയനെ രക്ഷിച്ചവരാ നിങ്ങൾ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോ ഞങ്ങൾക്ക് പേടിയാ. ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ച് നിങ്ങൾ അവനെ വീണ്ടും പഴയ വിനയനാക്കി മാറ്റുമെന്നുള്ള പേടി. ഞങ്ങൾ കാരണം വിനയൻ എന്തായാലും പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ വിനയന്റെ ഉള്ളിൽ എപ്പോഴും ആ പഴയ സത്വം ഒളിച്ചിരിപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. എങ്കിലത് തുടച്ചു നീക്കി അവനെ പൂർണ്ണമായും പുതിയൊരു മനുഷ്യനാക്കി മാറ്റുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് പക്ഷേ നിങ്ങളും കൂടി ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങൾക്കിപ്പോ വിനയന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല സാർ. എന്റെ മകനിപ്പോ എല്ലാം കൊണ്ടും പത്തരമാറ്റി തങ്കുക. അതല്ലേലും അമ്മമാർക്ക് മക്കളെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ വന്നത് വിനയന്റെ ചില പിഴവുകളൊക്കെ കണ്ടുപിടിച്ചിട്ടാ. അന്ന് ഞങ്ങൾ ദയയുടെ കാര്യം ആരെങ്കിലും ഇട്ട് സംസാരിച്ചെന്ന് ചോദിച്ചപ്പോ വിനയൻ പറഞ്ഞത് ആരോടും അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇൻഷുറൻസ് ഓഫീസിൽ പോയപ്പോ അവിടെ ഉള്ള സ്റ്റാഫ് പറഞ്ഞേ വിനയൻ അവിടെ ചെന്ന് എല്ലാ ഡീറ്റെയിൽസും എടുത്തിരുന്നു എന്നാ. അവൻ അതേക്കുറിച്ച് ചില അന്വേഷണങ്ങളൊക്കെ നടത്തുന്നതായി ഞങ്ങൾക്കും അറിയാം. പക്ഷെ അത് വളരെ നല്ല ലക്ഷ്യത്തോടു കൂടിയാ, അല്ലാതെ വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല രഘു. എന്തുദ്ദേശമായാലും അത് ഞങ്ങളെ ഒളിച്ചു ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവനെ ഒളിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധിയെ ഞങ്ങൾക്ക് സംശയിച്ചേ പറ്റൂ. അത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ ലൈഫിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട്. വിനയൻ ദയക്കെതിരെ എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടോ സാറേ? ആ തെളിവിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞങ്ങളുടെ ഇവിടെ വരുമ്പോഴൊന്നും വിനയനെ കാണാൻ കിട്ടാം. അവൻ എങ്ങോട്ടാ പോയെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? അല്ലെങ്കിൽ അത് പറയണമെന്നില്ല. ലതിക ആന്റിയുടെ ഫോണിലൊന്ന് മോനെ വിളിച്ചു തന്നാൽ മതി. നീ വിളിച്ചാലും വിനയം ഫോൺ എടുക്കണ്ടേ? ആ അതെനിക്കറിയാം. പക്ഷെ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചു തരുമ്പോ ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടെന്ന് അവന് മനസ്സിലാവില്ലല്ലോ. അതിനുവേണ്ടിയാ. ശരി, ഞാൻ അവനെ വിളിക്കാം. നീ സ്പീക്കറിലിട്. ആ ഏട്ടാ, എല്ലാവർക്കും കേൾക്കാലോ. ഒന്നുകൂടി വിളിക്കും. വേണ്ട, അവൻ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന കാര്യം പറഞ്ഞാൽ മതി. ഞങ്ങളേതെല്ലാം വിനയനെ അന്വേഷിച്ച് പോവാ. അവൻ ഞങ്ങളെ ഇങ്ങോട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ അലേണ്ടി വരില്ല. അതെ, എന്നാ ഇറങ്ങാൻ രഘു. ആ സാറേ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? രാവിലെ അവൻ പോകുമ്പോ ചീരുവിന്റെ മക്കളെയും കാണാൻ കല്യാശ്ശേരിക്ക് പോകുമെന്ന് അവൻ പറഞ്ഞിരുന്നു. എന്റെ മോന് അവരെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അങ്ങോട്ട് പോകുന്നേ, അല്ലാതെ അവിടെയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാനല്ല.
അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ മോനെ നിങ്ങൾ അവിടെ പോകുന്നതിൽ നിന്ന് തടയരുത്. അവിടെ അവൻ ഒരു കുഴപ്പം ഉണ്ടാക്കില്ലെന്ന് ഞങ്ങൾ ഉറപ്പു തരാം. എന്തുണ്ടായാലും അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തോളാം. വിനയൻ അവന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടോട്ടെ. അമ്മാവനാ ഇനി തീരുമാനം പറയേണ്ടത്. അതറിഞ്ഞിട്ട് പോകാന്ന് കരുതിയാ ഇവരും ഇത്രയും സമയം കാത്തിരിക്കുന്നത്. വിശ്വാസവും ആചാരവും പാരമ്പര്യവും ഒക്കെ നോക്കണം, ശരി തന്നെ. പക്ഷെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യമല്ലേ? പ്രത്യേകിച്ച് സച്ചി സാറിന്റെ മകളുടെ കല്യാണമാ. അത് ഭംഗിയായിട്ട് നടത്തണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കുടുംബജോത്സ്യര് ചില പരിഹാരങ്ങളൊക്കെ നടത്തി കല്യാണം നല്ല രീതിയിൽ നടത്താന്ന് പറഞ്ഞ സ്ഥിതിക്ക് 12 ദിവസത്തെ പുല കഴിഞ്ഞ അമ്പലത്തിൽ വരെ പോവാമെന്നാ പൊതുവെയൊക്കെ പറയുന്നത്. അപ്പൊ പിന്നെ വിശ്വാസവും ആചാരവും ഒക്കെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ വിധത്തിലാ. അതിനെ മുറുകെ പിടിക്കുന്നവരുമുണ്ട്, സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്നവരുമുണ്ട്. മരണപ്പെട്ടത് എന്റെ സ്വന്തം അനിയനാ. അതുകൊണ്ട് എന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു കല്യാണം നിശ്ചയിച്ചതെങ്കിൽ 41 ദിവസം കഴിയാതെ ഞാനത് നടത്തില്ലെന്ന് ഉറപ്പാ. ഇത് പക്ഷേ വേറൊരു കുടുംബ. മരിച്ചയാളുടെ സഹോദരിയുടെ മകനാ സച്ചി. അവന്റെ മകളുടെ കല്യാണം ഇവിടെ വെച്ച് നടത്തണമെങ്കിൽ ആവാം. പെട്ടെന്ന് അവൻ പോയപ്പോ വലിയ വിഷമം തോന്നി. ആ സമയത്ത് കുടുംബത്തിൽ മംഗളകാര്യം നടക്കരുതെന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടാവും. ഓ, അതൊന്നും കാര്യമാക്കണ്ട. മരിച്ചവൻ ആ വഴിക്ക് പോയി. ഇനി അതിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്നവരുടെ സന്തോഷം കളയുന്ന എന്തിനാ? ഇന്ദുമോളുടെ കല്യാണം നിന്റെ ഇഷ്ടം പോലെ നടത്താനാണെങ്കിൽ നടത്തിക്കോ.